എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഇന്നത്തെ കഥാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പനച്ചിക്കാട് മൂകാംബിക ദേവിയുടെ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. പനച്ചിക്കാട് ദേവി ക്ഷേത്രം അറിയപ്പെടുന്നത് ദക്ഷിണ മൂകാംബിക എന്നാണ്. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പണ്ട് ഉത്തര തിരുവിതാംകൂറിൽപ്പെട്ട ക്ഷേത്രമായിരുന്നു. അന്ന് പനച്ചിക്കാടുള്ള കിഴപ്പുറത്ത് നമ്പൂതിരിയുടെ ഇല്ലത്ത് പണ്ടൊരു കാലത്ത് ഒരു നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയും മാത്രമായി തീർന്നു. നമ്പൂതിരിക്ക് ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടും പുരുഷ സന്താനം ഉണ്ടായില്ല. അതിനാൽ നമ്പൂതിരി അപുത്രസ്യ കുതോമുക്തി എന്ന് വിചാരിച്ച് വിഷാദിച്ച് ഗംഗാ സ്നാനത്തിനായി പുറപ്പെട്ടു. അങ്ങനെ പോയ വഴിക്ക് അദ്ദേഹം മൂകാംബികയിൽ ചെന്നു ചേരുകയും അവിടെ ഏതാനും ദിവസം ഭഗവതിയെ ഭജിച്ചിട്ട് പോകാമെന്ന് നിശ്ചയിച്ച് ഭജനം ആരംഭിക്കുകയും ചെയ്തു. നമ്പൂതിരി ദൃഢഭക്തിയോടുകൂടി ഒരു സംവത്സരം ഭജിച്ചു. അതിനിടയ്ക്ക് ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നപ്പോൾ സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന്, "അങ്ങനെ ഗംഗാസ്നാനം ചെയ്താലും അങ്ങേക്ക് ഈ ജന്മത്തിൽ സന്തതികൾ ഉണ്ടാകുക അസാധ്യമാണ്. അതിനാൽ അതിനായി കഷ്ടപ്പെടണമെന്നില്ല. നാളെ തന്നെ സ്വദേശത്തേക്ക് മടങ്ങിപ്പൊയ്ക്കോളൂ. അങ്ങയുടെ ഇല്ലത്തിനടുത്തുള്ള കരുനാട്ടില്ലത്ത് ഇപ്പോൾ ഒരു അന്തർജനത്തിന് ഗർഭമുണ്ടായിട്ടുണ്ട്. അവിടെ ചെന്ന് ആ ഇല്ലത്തെ ഗൃഹസ്ഥനോട് അദ്ദേഹത്തിന്റെ അന്തർജനം പ്രസവിച്ച് രണ്ടുണ്ണികൾ ഉണ്ടാകുമെന്നും അതിലൊരു ഉണ്ണിയെ അങ്ങേക്ക് തരണമെന്നും പറയുക. അദ്ദേഹം അതിന് സമ്മതിച്ച് സസന്തോഷം ഒരുണ്ണിയെ അങ്ങേക്ക് നൽകും. ആ ഉണ്ണിയെ മുലകുടി മാറിയാലുടനെ വാങ്ങി അങ്ങയുടെ ഒരു ഔസപുത്രനെ പോലെ വളർത്തുകയും ചൗളം ഉപനയനം മുതലായവ യഥാകാലം നടത്തുകയും ആ പുത്രനെ കൊണ്ട് കാലമാകുമ്പോൾ വിവാഹം ചെയ്യിപ്പിക്കുകയും വേണം. അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടാകും. പിന്നെയെന്നും അങ്ങയുടെ ഇല്ലത്ത് പുരുഷന്മാർ 10 പേരിൽ കുറയാതെ ഉണ്ടായിരിക്കും. അങ്ങൊട്ടും സംശയിക്കേണ്ട. സകല കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്നതിനായി ഞാനും അങ്ങയുടെ കൂടെ പോരാം എന്ന് പറഞ്ഞതായി തോന്നി. ഉടനെ അദ്ദേഹം ഉണർന്നു കണ്ണു തുറന്നു നോക്കിയിട്ട് അവിടെ എങ്ങും ആരെയും കണ്ടില്ല. എങ്കിലും ഇത് മൂകാംബികാ ദേവിയുടെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ച നമ്പൂതിരി പിറ്റേ ദിവസം തന്നെ രാവിലെ കുളിച്ച് ദേവിയെ വന്ദിച്ചിട്ട് ഊണും കഴിച്ച് മടങ്ങിപ്പോന്നു. അദ്ദേഹം സ്വദേശത്തെത്തിയ ക്ഷണത്തിൽ തന്നെ കരുനാട്ടില്ലത്ത് ചെന്ന് അവിടുത്തെ ഗൃഹസ്ഥൻ നമ്പൂതിരിയെ കണ്ട് അദ്ദേഹത്തിന്റെ അന്തർജനത്തിന് ഗർഭമുണ്ടെന്നും ആ അന്തർജനം ഇരട്ട പ്രസവിച്ച് 2 ഉണ്ണികൾ ഉണ്ടാകുമെന്നും അതിലൊരുണ്ണിയെ തനിക്ക് തരണമെന്നും പറഞ്ഞു. അവിടെ അപ്പോൾ അന്തർജനത്തിന് ഗർഭമുണ്ടോ ഇല്ലയെന്നോ സംശയിച്ചിരിക്കുകയായിരുന്നു. കിഴുപ്പുറത്ത് നമ്പൂതിരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ കരുനാട്ട് നമ്പൂതിരി ഏറ്റവും സന്തോഷിക്കുകയും 2 ഉണ്ണികൾ ഒരുമിച്ചുണ്ടാകുന്ന പക്ഷം ഒരു ഉണ്ണിയെ കൊടുത്തേക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം കിടിപ്പുറത്ത് നമ്പൂതിരി കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് സ്വാമി ദർശനം കഴിച്ചിട്ട് ഇല്ലത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് കുളിക്കാൻ പോയി. അവിടെ ആ ദേശത്തുള്ള ചില നമ്പൂതിരിമാരുടെ വകയായി പണ്ടേ തന്നെയുള്ള വിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്ക് വശത്ത് സ്വല്പം കിഴക്കോട്ട് മാറിയുള്ള കുളത്തിലാണ് കിഴുപ്പുറത്ത് നമ്പൂതിരി കുളിക്കാൻ പോയത്. നമ്പൂതിരി തന്റെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട കുളത്തിന്റെ പടിഞ്ഞാറേക്കരയിൽ വെച്ചിട്ട് കുളത്തിലിറങ്ങി കുളിച്ചു. കുളി കഴിഞ്ഞു വന്ന് അദ്ദേഹം കുടയെടുക്കുവാൻ നോക്കിയപ്പോൾ കുട നിലത്തുനിന്ന് ഇളകാത്ത വിധത്തിൽ അവിടെ ഉറച്ചു പോയിരുന്നു. ഇതെന്തൊരത്ഭുതം എന്ന് വിചാരിച്ച അദ്ദേഹം ഇത് കർത്തവ്യത മൂഢനായി അങ്ങനെ അവിടെ നിന്ന സമയം എവിടെ നിന്നോ ഒരു ദിവ്യപുരുഷൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട്, "മൂകാംബികാദേവി അങ്ങയുടെ കൂടെ പോന്ന് ഈ കുടയിൽ ഇളകൊണ്ടിരിക്കുകയാണ്" എന്ന് പറഞ്ഞു. ദേവിയെ ഈ കുടയിൽ നിന്ന് ആവാഹിച്ച് ഒരു വിഗ്രഹത്തിന്മേലാക്കി കുടയിരുത്തിയാലല്ലാതെ കുട ഇവിടെ നിന്ന് ഇളകിപ്പോകയില്ല. ഈ കുളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മലയുടെ മുകളിൽ സ്വല്പം തെക്കുമാറി കാട്ടിനകത്ത് ഒരു ശിലാവിഗ്രഹം കിടക്കുന്നുണ്ട്. അതെടുത്തു കൊണ്ടുവന്ന് ദേവിയെ അതിന്മേൽ ആവാഹിച്ച് കുടിയിരുത്തിയാൽ മതി. എന്നാൽ ആ വിഗ്രഹം പണ്ട് ഈ വനത്തിൽ തപസ് ചെയ്ത് താമസിച്ചിരുന്ന ചില ദിവ്യന്മാർ വെച്ച് പൂജിച്ചിരുന്നതാകയാൽ ആ ബിംബത്തിങ്കൽ പൂജ കഴിക്കുവാൻ തക്കവണ്ണം തപശക്തിയുള്ളവർ ഇപ്പോൾ ഭൂലോകത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. അതിനാൽ ആ ബിംബത്തിന്മേൽ ദേവിയെ ആവാഹിച്ച് ഇവിടെ കിഴക്കോട്ട് ദർശനമായി കുടിയിരുത്തുക മാത്രം ചെയ്താൽ മതി. പതിവായി പൂജിക്കുന്നതിന് ആ ബിംബത്തിന്റെ നേരെ പടിഞ്ഞാട്ട് ദർശനമായി ഒരു അർച്ചനാ ബിംബം കൂടി സ്ഥാപിച്ചു കൊള്ളണം. പൂജാ നിവേദ്യങ്ങളെല്ലാം ആ അർച്ചനാ ബിംബത്തിങ്കൽ മാത്രം മതി. മറ്റേ ബിംബത്തിങ്കൽ വന്ദിക്കുകയും ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്താൽ ദേവി പ്രസാദിക്കും. എന്നാൽ കാട്ടിൽ കിടക്കുന്ന ആ ബിംബം എടുത്തുകൊണ്ടു പോരുന്നതിന് സ്വല്പം ഒരു പ്രതിബന്ധമുണ്ട്. അതും പറയാം. ആ ബിംബത്തിന് കാവലായി അവിടെ ഒരു യക്ഷിയുടെ വാസമുണ്ട്. ആ യക്ഷിയെ സന്തോഷിപ്പിച്ച് സമ്മതിപ്പിക്കാതെ ബിംബം എടുത്തു കൊണ്ടുപോന്നാൽ ആ യക്ഷി എന്തെങ്കിലും ആപത്തുണ്ടാക്കി തീർക്കും. എന്നാൽ ആ യക്ഷിയെ പ്രസാദിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കുറച്ച് വറപൊടിയും ശർക്കരയും ഒരു കരിക്കും കൂടി കൊണ്ടുപോയി ഒരു നിവേദ്യം കഴിച്ചാൽ മതി. പിന്നെ യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് ആ ദിവ്യൻ അപ്പോൾ തന്നെ മറയുകയും ചെയ്തു. അതിനുശേഷം കിഴുപ്പുറത്ത് നമ്പൂതിരി ആ ദിവ്യം പറഞ്ഞതുപോലെയെല്ലാം ചെയ്യുകയും അവിടെ സരസ്വതി ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും വേണ്ടതുപോലെ ഉണ്ടായിത്തീരുകയും അപ്പോൾ നമ്പൂതിരിയുടെ ഓലക്കുട വെച്ച സ്ഥലത്ത് നിന്ന് എടുക്കാറാവുകയും ചെയ്തു.
ഇപ്രകാരമാണ് പനച്ചിക്കാട്ട് സരസ്വതിയുടെ ആഗമം. അവിടെ ദേവിയെ ആവാഹിച്ച് ആദ്യം കുടിയിരുത്തിയ ബിംബത്തിന് മാത്രമേ സ്വരൂപം കാണുന്നുള്ളൂ. അർച്ചനാ ബിംബമായി സ്ഥാപിച്ചിരിക്കുന്നത് മയിൽക്കുറ്റി പോലെയുള്ള ഒരു ശില മാത്രമാണ്. ഈ ബിംബങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് ചുറ്റും മതിലുണ്ടെന്നല്ലാതെ മേൽപ്പുരയും മറ്റുമില്ല. ആ സ്ഥലത്തിന്റെ നാലുപുറവും ഉയർന്ന സ്ഥലങ്ങളാകിയാൽ അവിടെ ചെന്ന് നോക്കിയാൽ സരസ്വതി ദേവി ഇരിക്കുന്നത് ഒരു കുളത്തിലാണെന്ന് തോന്നും. തെക്കും പടിഞ്ഞാറുമുള്ള മലകളിൽ നിന്ന് സദാ വെള്ളം ഊറിക്കൊണ്ടിരിക്കുന്നതിനാൽ ദേവിയെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ലാത്ത കാലം ചുരുക്കമാണ്. ബിംബത്തിന്റെ പീഠത്തിന്മേൽ നിന്ന് മുളച്ച കാടും വള്ളികളും പടർന്നു പിടിച്ചു നിൽക്കുന്നതും മിക്കപ്പോഴും ബിംബം സ്പഷ്ടമായി കാണാൻ വയ്യാതെയും ഇരിക്കും. അവിടെ ചെന്ന് നോക്കിയാൽ ആകപ്പാടെ അവിടെ ഒരു പുണ്യസ്ഥലമാണെന്ന് ആർക്ക് തോന്നുകയും കേവലം നാസ്തികന്മാർക്ക് പോലും ഈശ്വരഭക്തി മനസ്സിൽ അങ്കുരിക്കുകയും ചെയ്യുമെന്നുള്ളത് നിശ്ചയമാണ്. അവിടെ ദേവിക്ക് രാവിലെ അഭിഷേകം കഴിഞ്ഞാൽ ഉടനെയുള്ള നിവേദ്യം ത്രിമധുരമാണ് പതിവ്. ആ വകയ്ക്കും പതിവായി മൂന്നാഴി അരി പൂജാ നിവേദ്യം വകയ്ക്കും ആദ്യം തന്നെ കിഴുപ്പുറത്ത് നമ്പൂതിരി വക വെച്ചിട്ടുണ്ട്. ആ വകയ്ക്കായി നിശ്ചയിച്ചിട്ടുള്ള വസ്തുവിൽ നിന്നുള്ള ആദായം കൊണ്ട് അതിപ്പോഴും പതിവായി നടന്നു വരുന്നുമുണ്ട്. പണ്ട് നാട് നീങ്ങിയ തിരുവിതാംകൂർ മഹാരാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഈ സ്ഥലത്തിന്റെയും ദേവിയുടെയും മഹാത്മ്യത്തെക്കുറിച്ച് കേട്ടറിയുകയും ഒരിക്കൽ ഇവിടേക്ക് എഴുന്നള്ളുകയും ഉണ്ടായി. ദർശനത്തിനായി നടയിൽ എഴുന്നള്ളിയ സമയം സരസ്വതി ദേവിക്ക് 5 ഇഴയിലുള്ള ഒരു ശരപ്പൊളിമാലയും വിഷ്ണുവിന് സ്വർണം കെട്ടിയ ഒരു പവിഴമാലയും കൽപ്പിച്ച് നടക്കിൽ വെക്കുകയും സരസ്വതിക്ക് പ്രതിദിനം 6 ഇടങ്ങഴി പാൽ കൊണ്ട് പഞ്ചാര പായസം വെച്ച് നിവേദിച്ച് ബ്രാഹ്മണർക്ക് വിളമ്പിയൂട്ടുന്നതിനും വിഷ്ണുവിന് പ്രതിദിനം 2 നാഴി അരി കൊണ്ട് കൂട്ടുപായസവും 2 നാഴി അരി കൊണ്ട് വെള്ള നിവേദ്യവും വെച്ച് നിവേദിക്കുന്നതിനും കൂട്ടുപായസം ബ്രാഹ്മണർക്ക് വിളമ്പിയൂട്ടുന്നതിനും വെള്ള നിവേദിച്ചോറ് ബ്രാഹ്മണരുണ്ണുന്ന ഇലയെടുത്ത് തളിക്കുന്ന കഴകക്കാർക്ക് കൊടുക്കുന്നതിനും കൽപ്പിച്ച് ഏർപ്പാട് ചെയ്തു. കിഴിപ്പുറത്ത് നമ്പൂതിരിയോട് മൂകാംബികാദേവി അരുളി ചെയ്തതുപോലെ കരുനാട്ടില്ലത്തെ അന്തർജനം ഇരട്ട പ്രസവിച്ചു 2 ഉണ്ണികൾ ഉണ്ടാവുകയും ആ ഉണ്ണികളുടെ അച്ഛനായ നമ്പൂതിരി മുമ്പ് സമ്മതിച്ചിരുന്നത് പോലെ ഒരു ഉണ്ണിയെ കിഴപ്പുറത്ത് നമ്പൂതിരിക്ക് കൊടുക്കുകയും കിഴപ്പുറത്ത് നമ്പൂതിരി ആ ഉണ്ണിയെ ഉപനയനം സമാവർത്തനം മുതലായവ കഴിച്ച് തന്റെ പുത്രനാക്കി വളർത്തിക്കൊണ്ടുവരികയും യഥാകാലം അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും അതിൽ അദ്ദേഹത്തിന് മുറയ്ക്ക് 10 പുത്രന്മാരുണ്ടാവുകയും ചെയ്തു. ആ ഇല്ലക്കാരിപ്പോഴും ദേവിയെ ഭക്തിയോടുകൂടി സേവിച്ചു പോരുന്നത് കൊണ്ട് അവിടെ ഇനിയും പുരുഷ സന്താനങ്ങൾ വർദ്ധിച്ചു വരാനല്ലാതെ കുറഞ്ഞു പോകാൻ കാരണം കാണുന്നില്ല. പനച്ചിക്കാട്ട് സരസ്വതി ദേവിയെ ഭക്തിപൂർവ്വം ഭജിക്കുന്നവർക്ക് സകല അഭീഷ്ടങ്ങളും സിദ്ധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതിനാൽ അവിടെ നവരാത്രി കാലത്തും മറ്റും ഭജനത്തിനായി പ്രതിവത്സരം അസംഖ്യം ആളുകൾ വരുന്നുണ്ട്. അവിടെ എന്ത് ഭജിച്ചാലും ഫലം സിദ്ധിക്കുമെന്നുള്ളതിന് സംശയമില്ല. എങ്കിലും നവരാത്രി ഉൾപ്പെടെ 12 ദിവസം വീതം 3 കൊല്ലം അടുപ്പിച്ചു മുടങ്ങാതെ ഭജിക്കുകയാണ് വിശേഷം. അങ്ങനെ 3 കൊല്ലം 12 ദിവസം വീതം മുടങ്ങാതെ ഭജിക്കാൻ സാധിക്കുന്നവർക്ക് സകല അഭിഷ്ടങ്ങളും സിദ്ധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അത് സാധിക്കുന്നത് മിക്കവാറും അസാധ്യമാണ്. അവിടെ ഭജിക്കുന്നവരിൽ 105 വീതം ആളുകൾക്കും പോലും വിചാരിക്കുന്നിടത്തോളം ദിവസം ഭജനം നിർവിഘ്നമായി നടത്താൻ സാധിക്കാറില്ല. 12 ദിവസം എന്ന് വിചാരിച്ച് ഭജനം തുടങ്ങിയാൽ 5-6 ദിവസം കഴിയുമ്പോൾ മുടങ്ങും. അങ്ങനെയാണ് പ്രായേണ പതിവ്. പുരുഷപ്രായമായവരാണ് ഭജിക്കുന്നതെങ്കിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കണ്ട് ശരീരം ശുദ്ധം മാറും. കുട്ടികളാണെങ്കിൽ പനിയോ മറ്റോ ബാധിച്ച് കുളിക്കാൻ വയ്യാതെയാകും. ഇങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത്. സ്വപ്നം കാണിച്ച് ശരീരം ശുദ്ധം മാറ്റുന്നത് അവിടെയുള്ള യക്ഷിയാണ്. അവിടെ അടുത്തുള്ള മലയിൽ ഒരു യക്ഷിയുടെ വാസമുണ്ടെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ദേവിയുടെ വിഗ്രഹം കാത്തുകൊണ്ട് മലയിൽ വസിച്ചിരുന്ന യക്ഷി സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷമായി വന്നാണ് ഭജനത്തിന് വിഘ്നമുണ്ടാക്കി തീർക്കുന്നത്. അതിനാൽ അവിടെ ഭജനത്തിനായി ചെല്ലുന്നവർ ആദ്യം തന്നെ ആ യക്ഷിക്ക് ഒരു വറനിവേദ്യം കഴിപ്പിച്ചിട്ടാണ് ഭജനം തുടങ്ങുക പതിവ്. എന്നാലും മനസ്സിന് നല്ല ധൈര്യവും ദേവിയെക്കുറിച്ച് നല്ലപോലെ ഭയഭക്തി വിശ്വാസവും ഉള്ളവർക്ക് മാത്രമേ അവിടെ ഭജനം നിർവിഘ്നമായി നടത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിച്ചിട്ടുള്ള ചില ഭക്തന്മാർ സംഗീതത്തിലും സാഹിത്യത്തിലും അതിവിദഗ്ധന്മാരും പ്രസിദ്ധന്മാരായി തീരുകയും മറ്റും ചില ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചിലർ ആ ദേവിയെ ഭക്തിവിശ്വാസങ്ങളോട് ഭജിച്ച് അഭീഷ്ടങ്ങൾ ലഭിച്ചു പോരുന്നുമുണ്ട്. എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും പനച്ചിക്കാട് മൂകാംബികാ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കഥാമൃതം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.